കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടമായതിനെ തുടർന്ന് തടഞ്ഞുവെച്ച MBA വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനഃപരീക്ഷയുടേത് ഉൾപ്പെടെയുള്ള ഫലമാണ് പുറത്തുവിട്ടത്. 71 വിദ്യാർത്ഥികളുടെ പേപ്പർ നഷ്ടപ്പെട്ടതിനാൽ ഫലം തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു. ഗോപാൽ ശീലാസാനിൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, വിവരങ്ങൾ. ഏറെ വിവാദമായിരുന്നു കഴിഞ്ഞ മെയിൽ നടന്ന MBA വിദ്യാർത്ഥികളുടെ 3ാം സെമസ്റ്റർ പരീക്ഷ. ആ പരീക്ഷയിൽ എഴുതിയ 71 വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് ഫിനാൻസ് വിഭാഗം പേപ്പർ നഷ്ടപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ശേഷം 2 ദിവസം മുൻപാണ് ഈ പരീക്ഷ, ഏപ്രിൽ 7-ാം തീയതിയാണ് ഇതിന്റെ പുനഃപരീക്ഷ നടത്തിയത്. അന്ന് 71 വിദ്യാർത്ഥികളിൽ 65 പേരും പരീക്ഷ എഴുതിയിരുന്നു. അന്ന് അതായത് ഇതിന് മുൻപ് ചേർന്ന അടിയന്തര യോഗത്തിൽ വൈസ് ചാൻസലർ നേരിട്ട് അറിയിച്ചിരുന്നത് 3 ദിവസത്തിനകം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 10-ാം തീയതി പരീക്ഷാഫലം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. എന്നാൽ അതിന് ഒരു ദിവസം മുൻപേ ഇന്ന് വൈകുന്നേരം 5:50 കൂടിയാണ് പരീക്ഷാ ഫലം വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത്. സെമസ്റ്റർ 3-ന്റെ എല്ലാ പരീക്ഷ, അതായത് നേരത്തെ ഈ പരീക്ഷയുടെ പേപ്പറുകൾ മിസ്സായതിനെ തുടർന്ന് പരീക്ഷാഫലം മുഴുവനായും എല്ലാ വിദ്യാർത്ഥികളുടെയും പരീക്ഷാഫലം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷാഫലം കൂടി ചേർത്തുകൊണ്ടുള്ള പരീക്ഷാഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പരീക്ഷ എഴുതാതിരുന്ന 6 വിദ്യാർത്ഥികളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ഈ മാസം 22-ാം തീയതി തന്നെ അടുത്ത പരീക്ഷ നടത്തുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. ആ പരീക്ഷ എഴുതിയതോടുകൂടി തന്നെ അവരുടെ കൂടി പരീക്ഷാഫലം ഉടൻ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.